സർക്കാർ ഉദ്യോഗസ്ഥയാണെന്ന് വിശ്വസിപ്പിച്ചത് വ്യാജ ID കാർഡിലൂടെ ജോലി വാഗ്ദാനം നൽകി തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയും സ്വർണവും. ഒടുവിൽ സുജിതയെ പൊക്കി ചെങ്ങന്നൂർ പോലീസ്. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി 1 കോടിയിലേറെ രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ മുങ്ങി നടന്ന യുവതി പോലീസ് പിടിയിൽ. ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാറിന്റെ നിർദ്ദേശാനുസരണം ചെങ്ങന്നൂർ SHO AC വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് യുവതിയെ പിടികൂടിയത്. ചെങ്ങന്നൂർ താലൂക്കിലെ പുലിയൂർ സുജിത ഭവനിൽ മനോജ് കുമാറിന്റെ ഭാര്യ സജിത സുരേഷാണ് അറസ്റ്റിലായത്. കുറ്റകൃത്യത്തിൽ യുവതിക്കൊപ്പം മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിയുടെ ഭർത്താവിന് പുറമെ ചെങ്ങന്നൂരിലെ ഒരു ബിസിനസ്സുകാരനും ഉൾപ്പെടെ ചിലരുടെ പേരുകൾ പരാതിക്കാരിൽ ചിലർ ആരോപിക്കുന്നുണ്ട്. പ്രതിയെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ ഒരു മുതിർന്ന പോലീസുകാരന്റെ പേരും ആരോപണത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് സുജിതയെ അറസ്റ്റ് ചെയ്തത്. വ്യാജനിർമ്മിത PSC റാങ്ക് ലിസ്റ്റ് അടക്കം വിവിധ രേഖകൾ കാണിച്ചാണ് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചത്. താൻ സർക്കാർ ഉദ്യോഗസ്ഥയാണെന്ന് വിശ്വസിപ്പിക്കാൻ സ്വയം നിർമ്മിച്ച വ്യാജ സർവീസ് ID കാർഡും ഇവർ ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ കാട്ടി. ഇതെല്ലാം വിശ്വസിച്ചാണ് ആളുകൾ പണം നൽകിയത്. മാന്നാർ ബുധനൂർ സ്വദേശിയായ യുവതിക്ക് ആയുർവേദ ആശുപത്രിയിലോ കേരള വാട്ടർ അതോറിറ്റിയിലോ സർക്കാർ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 2023 ഫെബ്രുവരിയിൽ 4.25 ലക്ഷം രൂപ വാങ്ങി. ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ്. താനും ആയുർവേദ ആശുപത്രിയിലെ ജോലിക്കാരിയാണെന്നും പണം കൊടുത്താണ് ജോലിയിൽ കയറിയതെന്നും പ്രതി പരാതിക്കാരിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പുലിയൂർ സ്വദേശിയായ മറ്റൊരു യുവതി ഉൾപ്പെടെ നിരവധി പേരെ സമാന രീതിയിൽ വഞ്ചിച്ചതിന് പ്രതിക്കെതിരെ ചെങ്ങന്നൂർ വെൺമണി പോലീസ് സ്റ്റേഷനുകളിലായി കേസുകളുണ്ട്. തൊഴിൽ വാഗ്ദാനത്തിന് പുറമെ താൻ ചെങ്ങന്നൂരിലെ ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയുടെയും സ്വകാര്യ സാമ്പത്തിക ഇടപാട് സ്ഥാപനത്തിന്റെയും പാർട്ണറാണെന്നും കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ഷെയർ വിഹിതം ഉൾപ്പെടെ കൂടുതൽ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയതിന് മറ്റ് 2 കേസുകളും പ്രതിക്കെതിരെ ഉണ്ട്. നിരവധി പരാതികൾ കോടതികളുടെ മുമ്പാകെയുണ്ട്. ഇതിന് പുറമെ നിരവധി ചെക്ക് കേസുകളിലും പ്രതിക്കെതിരെ ഉണ്ടെന്നും പോലീസ് അറിയിച്ചു. ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഈ കേസുകളിലെല്ലാം സുജിത അറസ്റ്റ്